നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കാൻ വന്നാൽ വെട്ടിക്കൂട്ടി കത്തിക്കും. തെക്കും വടക്കും നിന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് നേരെ പാളയത്തിൽ നിന്ന് മറുപടി. പിണറായിസം തന്നെ CPMന്റെ അടിവേരറുത്തിരിക്കെ ഗോവിന്ദനിസവും തലപൊക്കിയതോടെ കട്ടായം കലിച്ചു നിൽക്കുകയാണ് സഖാക്കൾ. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം വന്നപ്പോൾ കേരളത്തിലെ CPMകാർക്ക് ഒരു കാര്യം വ്യക്തമായി: പാർട്ടിയിൽ പിടിമുറുക്കുകയാണ് ഗോവിന്ദൻ. പിണറായിക്ക് ശേഷം സ്വയം ക്യാപ്റ്റൻ എന്ന് പ്രഖ്യാപിക്കാനുള്ള കളി നടക്കുന്നു. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴും എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്താൻ ഗോവിന്ദൻ പറഞ്ഞത് കൂടുതൽ ഒച്ചപ്പാടും ബഹളവും വേണ്ട, ശ്യാമളയ്ക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്, സീറ്റ് കൊടുത്തു എന്നാണ്. എന്നാൽ ആ യോഗ്യത എന്താണെന്ന് പറയാൻ സൗകര്യമില്ലെന്ന ലൈനിലായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ ധാർഷ്ട്യം. പിണറായിസം പോലെ ഗോവിന്ദനിസം വളർത്താൻ ഒരു വഴിക്കൂടെ പല കളികൾ നടക്കുന്നു. എന്നാൽ അതിന് തടയിട്ട് കമ്മികൾ വാളെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിലെ അടി പോലെ പൊട്ടിപ്പുറത്തേക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ കൂട്ടയടിയാണ് CPMനുള്ളിൽ. ഒന്നിച്ചങ്ങിറങ്ങുകയല്ലേ എന്ന ടാഗ് ലൈനുമായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കുതിക്കാനിറങ്ങിയ CPMന് സ്വന്തം പാളയത്തിൽ നിന്നുള്ള പടയൊരുക്കം കടുത്ത തലവേദനയാകുന്നു. പിണറായി വിജയന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യത്തിന് മങ്ങലേറ്റതായും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ശൈലി മുതിർന്ന നേതാക്കളെ പോലും പ്രകോപിപ്പിക്കുന്നതായും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. CPMന്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ നിന്ന് തന്നെ വിമത ശബ്ദങ്ങൾ ഉയർന്നത് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ 6 പതിറ്റാണ്ടിന്റെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച TK ഗോവിന്ദൻ രംഗത്തെത്തിയത് കണ്ണൂരിലെ വിഭാഗീയതയുടെ ആഴം വ്യക്തമാക്കുന്നു. കുടുംബവാഴ്ച ആരോപിച്ച് പാർട്ടി വിട്ട TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത് ഗോവിന്ദനിസത്തിനെതിരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിട്ടാണ് പലരും കണക്കാക്കുന്നത്. അഴിമതി ആരോപണം ഉന്നയിച്ച പയ്യന്നൂരിലെ V കുഞ്ഞികൃഷ്ണനും സമാനമായ രീതിയിൽ പടക്കിറങ്ങിയതോടെ കണ്ണൂരിൽ എന്തും സംഭവിക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത്ര നിസ്സാരമല്ല CPMനെ സംബന്ധിച്ചിടത്തോളം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭയമുണ്ടായിരുന്നു. അതായത് കണ്ണൂരിൽ ഉൾപ്പെടെ ആലപ്പുഴയിലും കൊല്ലത്തും ഒക്കെ എടുക്കുകയാണെങ്കിൽ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം അടിത്തറ ഇളകിയിരിക്കുകയാണ്. പഞ്ചായത്തുകൾ പോലും കൈവിട്ടുപോയി. ആ ഒരു ഭീതിയിൽ നിൽക്കുമ്പോഴാണ് പാർട്ടിക്കുള്ളിൽ എതിർ ശബ്ദങ്ങൾ ഉയർന്നതും പലരും കലിച്ചു പുറത്തേക്ക് പോയതും UDFന്റെ പിന്തുണയോടെ ഇപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്നതും. അതത്ര നിസ്സാരമായി കാണാൻ CPMന് കഴിയില്ല. കാരണം ഈ പോയവരൊക്കെ അത്ര നിസ്സാരക്കാരൊന്നുമല്ല. ഇവർക്കൊപ്പം പോകാൻ ഒരു വലിയ സംഘം തന്നെ കാത്തിരിപ്പുണ്ട്. മുൻമന്ത്രി G സുധാകരൻ അമ്പലപ്പുഴയിൽ പാർട്ടിക്ക് പുറത്തായതും PK ശശി, A സുരേഷ് തുടങ്ങിയവർ വിമതസ്വരം ഉയർത്തുന്നതും പിണറായി വിജയന്റെ മുൻപത്തെ അപ്രമാദിത്വത്തിന് വെല്ലുവിളിയാണ്. പഴയകാലത്ത് VS അച്യുതാനന്ദനെ ഒതുക്കിയതുപോലെ വിമതരെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോകാമെന്നാണ് നേതൃത്വം കണക്കാക്കുന്നത്. എന്നാൽ മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്ത് വരുന്നതും പലരും UDF പിന്തുണയോടെ മത്സരിക്കാൻ ഒരുങ്ങുന്നതും തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് അണികൾ ഭയക്കുന്നുണ്ട്. കുറ്റ്യാടിയിലും പൊന്നാനിയിലും മുൻപുണ്ടായ ജനകീയ പ്രതിഷേധങ്ങൾ തിരുത്താൻ പാർട്ടി നിർബന്ധിതമായ ചരിത്രമുണ്ട്. എന്നാൽ ഇത്തവണ നേതാക്കൾ തന്നെ നേരിട്ട് വെല്ലുവിളിക്കുന്ന സാഹചര്യം ഗോവിന്ദനും പിണറായിക്കും വലിയ അഗ്നി പരീക്ഷണമാണ്. കണ്ണൂരിലെ മലപ്പട്ടത്ത് TK ഗോവിന്ദനെതിരെ പ്രതിഷേധ റാലി പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും താഴെത്തട്ടിൽ അണികൾക്കിടയിൽ പുകയുന്ന അതൃപ്തി വോട്ടെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് കണ്ടറിയണം. കണ്ണൂരിലെ ഈ പടയൊരുക്കങ്ങൾക്കിടയിലും P ജയരാജനും EP ജയരാജനും പുലർത്തുന്ന തന്ത്രപരമായ മൗനം പാർട്ടി നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നു. ഹാട്രിക് വിജയം സ്വപ്നം കാണുന്ന CPMന് ഈ ഉൾപാർട്ടി കലാപം വൻ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ എല്ലാ പ്രതിസന്ധിയും അതിരൂക്ഷമാകും. പിണറായിക്ക് നേരെ തിരിയും പാർട്ടി പ്രവർത്തകരും അണികളും, അതുപോലെ തന്നെ നേതാക്കന്മാരും ജനങ്ങളും. പിണറായിക്ക് ശേഷം ഞാൻ എന്ന സ്വപ്നമാണ് MV ഗോവിന്ദനുള്ളത്. പാർട്ടി സെക്രട്ടറി കസേരയിൽ തന്നെ കോമഡിയായ ഒരു മനുഷ്യൻ ഇത്രയൊക്കെ മനക്കോട്ട കെട്ടാൻ പാടുണ്ടോ? തനിക്ക് മുന്നിലുള്ളവരെയെല്ലാം പിണറായിക്ക് പിരികേറ്റി ഒതുക്കിയിട്ടുണ്ട് ഗോവിന്ദൻ. P ജയരാജൻ, ശൈലജ, EP ജയരാജൻ, G സുധാകരൻ, തോമസ് ഐസക് തുടങ്ങിയ നേതാക്കളെ വെട്ടിയാണ് ഗോവിന്ദൻ പാർട്ടിക്ക് തന്നെ കുഴി തോണ്ടി സ്വന്തം കസേര ഉറപ്പിക്കാൻ നോക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴും എതിരില്ലാതെ CPM സ്ഥാനാർത്ഥികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന സ്ഥലം മലബാറിലെ മോസ്കോ, ചെങ്കോട്ട എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലമാണ്. ആന്തൂർ നഗരസഭ പോലുള്ള പാർട്ടി ഗ്രാമങ്ങളുടെ നാട്. കഴിഞ്ഞ 45 വർഷമായി മാർക്സിസ്റ്റുകാരല്ലാതെ ആരും നിയമസഭ കാണാത്ത ഇടം.
ഈ അതിശക്തമായ പാർട്ടി കോട്ടയിലാണ് ഇപ്പോൾ ആഭ്യന്തര ലഹളകളും അടിയൊഴുക്കുകളും നടക്കുന്നത്. ഗോവിന്ദന്റെ സിറ്റിംഗ് മണ്ഡലമായ തളിപ്പറമ്പിൽ ഭാര്യ PK ശ്യാമളയെ മത്സരിപ്പിക്കുന്നതാണ് കൊട്ടാര വിപ്ലവം മൂർച്ഛിക്കാൻ കാരണം. CPM-ലെ ശാക്തിക ബലാബലങ്ങളിലും കാര്യമായ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് ജയരാജന്മാർ എന്നായിരുന്നു കേരളത്തിലെ CPM അറിയപ്പെട്ടിരുന്നത്. EP, MV, P ജയരാജന്മാരും പിണറായി വിജയനും ചേർന്നാൽ എല്ലാമായി. P ജയരാജനും EP ജയരാജനും ഒരുപോലെ അപ്രസക്തരായിരിക്കുന്നു ഇന്ന്. അവിടെയാണ് പിണറായി ഗോവിന്ദ യുഗം തുടങ്ങിയത്. തിരുവായ്ക്ക് എതിർവായി ഇല്ല എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം വളരാൻ MV ഗോവിന്ദനും കഴിയുന്നുണ്ട്. കാരണം പിണറായി ഒത്താശ ചെയ്തു കൊടുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ വിശ്വസ്തനായി കണ്ണൂർ സഖാവായാണ് ഗോവിന്ദൻ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം നിഴലിൽ നിന്ന് പുറത്തു കടക്കുകയാണ്. പാർട്ടി സെക്രട്ടറിയായി മാറിയതും P ജയരാജനും EP-യും ജെയിംസ് മാത്യുവും അടക്കമുള്ള നേതാക്കളെ പുകച്ച് ഗോവിന്ദൻ തന്റെ സ്ഥാനം ഉറപ്പിച്ചു. പീഡനാരോപണത്തിന് പുറത്താക്കപ്പെട്ട P ശശിയെ വീണ്ടും വളർത്തി. ഒടുവിൽ ഒരുപാട് സീനിയർ നേതാക്കളെ തഴഞ്ഞുകൊണ്ട് വെറും ജില്ലാ കമ്മിറ്റി അംഗമായ സ്വന്തം ഭാര്യയ്ക്ക് നിർലജ്ജം സീറ്റ് ഒപ്പിക്കാനും ഗോവിന്ദന് കഴിഞ്ഞു. ഒരു സംശയവും വേണ്ട, CPM-ൽ പിണറായിസം കഴിഞ്ഞാൽ ഇനി ഗോവിന്ദനിസമാണ് പ്ലാൻ ഇടുന്നത്. എന്നാൽ അതിന്റെ കടക്കൽ വെട്ടാൻ കൂടി ഒരു കൂട്ടം നേതാക്കൾ ഇരച്ചിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമായ ഒരു കാര്യം. ഇത് മാത്രമല്ല, MV ഗോവിന്ദന്റെ കുടുംബത്തോട്ടും നീളുന്ന ഒരുപാട് വിവാദങ്ങളുണ്ട്. ഇടയ്ക്കിടെ മക്കൾ വിവാദങ്ങൾ പിടിച്ചുകുലുക്കാറുള്ള പാർട്ടിയാണ് CPM. കോടിയേരിയും EP-യും ഉൾപ്പെടെയുള്ള പ്രമുഖരായ CPM നേതാക്കൾക്ക് മക്കൾ ഒരു തീരാ തലവേദനയായിരുന്നു. പിണറായി വിജയന്റെ മകൾ വീണ തായ്ക്കണ്ടിയിൽ സ്വർണത്തിലും കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിലുമെല്ലാം ആരോപിതയാണ്. മകൻ വിവേക് കിരണിന്റെ ബർമിംഗ്ഹാമിലെ പഠനം അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ വിവാദമായിരുന്നു. അപ്പോഴുള്ള ഒരാശ്വാസം MV ഗോവിന്ദന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ എന്നുള്ളതായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ അതുമുണ്ടായി. ഡയറക്ടർ രഞ്ജിത്തിന്റെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചിരുന്ന MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിന്റെ പേരിലും വിവാദങ്ങൾ പുകഞ്ഞു. ശ്യാംജിത്തിനെ സംബന്ധിച്ച് ഉയർന്ന പ്രധാന വിവാദങ്ങൾ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കണ്ണൂർ സ്വദേശിയായ വ്യവസായി മുഹമ്മദ് ഷെർഷാദ് ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. ലണ്ടൻ ആസ്ഥാനമായുള്ള വിവാദ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ രാജേഷ് കൃഷ്ണയുമായി ശ്യാംജിത്തിന് വർഷങ്ങളായുള്ള അടുത്ത ബന്ധമുണ്ടെന്നും മലബാറിലെ പ്രമുഖ വ്യവസായികളുമായുള്ള ശ്യാംജിത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ രാജേഷ് കൃഷ്ണയാണ് സെറ്റിൽ ചെയ്തിരുന്നതെന്നും ഷെർഷാദ് ആരോപിച്ചു. പ്രമുഖരുടെ പല സാമ്പത്തിക തർക്കങ്ങളിലും മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഇവർ വൻതുക തട്ടുന്നതായും ഷെർഷാദ് ആരോപിച്ചിരുന്നു. രാജേഷ് കൃഷ്ണയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷെർഷാദ് CPM പൊളിറ്റ് ബ്യൂറോയ്ക്ക് രഹസ്യമായി നൽകിയ പരാതി ശ്യാംജിത്ത് ചോർത്തി നൽകി എന്ന ആരോപണമുണ്ട്. ഷെർഷാദ് പാർട്ടിക്ക് നൽകിയ രഹസ്യ കത്ത് രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ പ്രാഥമിക തെളിവായി ഹാജരാക്കിയതോടെയാണ് ഈ ചോർച്ച പുറത്തറിഞ്ഞത്. ഈ കത്ത് ശ്യാംജിത്താണ് രാജേഷിന് കൈമാറിയതെന്ന് ഷെർഷാദ് ആരോപിക്കുന്നു. രാജേഷ് കൃഷ്ണ മുഖേന CPM-ലെ പല ഉന്നത നേതാക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് കോടികളുടെ അനധികൃത പണം എത്തിയെന്നും ഇതിൽ ശ്യാംജിത്തിന് അറിവുണ്ടെന്നുമാണ് ആരോപണത്തിന്റെ മറ്റൊരു വശം. ഇതിൽ പല മുൻ മന്ത്രിമാരുടെയും പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഷെർഷാദ് ഉന്നയിച്ചിട്ടുണ്ട്. മകനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അസംബന്ധമാണെന്നായിരുന്നു ഈ വിഷയത്തിൽ MV ഗോവിന്ദൻ പ്രതികരിച്ചത്. ആരോപണങ്ങൾ പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഗോവിന്ദൻ ഷെർഷാദിന് നിയമപരമായ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ വിവാദങ്ങൾക്കിടെ കൊച്ചിയിലെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഷെർഷാദിനെ 2025 ഒക്ടോബറിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നിലും രാഷ്ട്രീയ പ്രതികാര നടപടിയാണെന്ന ആരോപണമുണ്ട്. സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി മാറിയതും ശ്യാംജിത്തുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലൂടെയാണെന്ന് വാർത്തകൾ വന്നു. പിന്നീട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം വന്ന മീടു ആരോപണങ്ങളിൽ പെട്ടതിനെ തുടർന്നാണ് രഞ്ജിത്ത് ആ സ്ഥാനം രാജിവെക്കുന്നത്. ഈ രീതിയിൽ പാർട്ടിയിൽ ഗോവിന്ദന്റെ മകൻ ഒരു ലോബിയായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കെ തന്നെയാണ് ഭർത്താവ് ഒഴിഞ്ഞ സീറ്റിലേക്ക് ഭാര്യ മത്സരിക്കാനെത്തുന്നത്. ഇതോടെ തളിപ്പറമ്പിലെ ഒരു വിഭാഗം പാർട്ടിക്കാരുടെ രോഷം അണ പൊട്ടിയിരിക്കുകയാണ്. പാർട്ടി കോട്ടയിലെ ഈ പൊട്ടിത്തെറിയിൽ CPM ശരിക്കും വിരണ്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ P ജയരാജൻ, MV ജയരാജൻ എന്നീ മുതിർന്ന നേതാക്കളെ മണ്ഡലത്തിലെ പ്രത്യേക ചുമതല പാർട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. കണ്ണൂരിലെ ഈ കരുത്തരായ നേതാക്കൾക്ക് തളിപ്പറമ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. TK ഗോവിന്ദനൊപ്പം പോയ പ്രവർത്തകരെ തിരികെ എത്തിക്കാൻ ഇവർ നേരിട്ട് വീടുകൾ സന്ദർശിക്കുന്നുണ്ട്. 1980-ന് ശേഷം CPM-ന്റെ ഉറച്ച കോട്ടയാണ് തളിപ്പറമ്പ്.
1957 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ റോസമ്മ പുന്നൂസാണ് ഇവിടെ നിന്ന് ജയിച്ചത്. ഇവർ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. പക്ഷേ 1960 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പി നാരായണൻ നമ്പൂതിരിയും 1970 CPI സ്ഥാനാർത്ഥിയായ CP ഗോവിന്ദൻ നമ്പ്യാരുമാണ് ഇവിടെ ജയിച്ചത്. അന്ന് CPI കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായിരുന്നു. 1977 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ CP ഗോവിന്ദൻ നമ്പ്യാർ തന്നെ വീണ്ടും ജയിച്ചു. പക്ഷേ 80 ശേഷം ചെങ്കോട്ടയായി ഈ മണ്ഡലം മാറി. CP മൂസാൻകുട്ടി 1980, 82 കാലഘട്ടത്തിലും, KKN പരിയാരം 1987, O ഭരതൻ 1991, KC ഗോവിന്ദൻ 1996, MV ഗോവിന്ദൻ 2001, CKP പത്മനാഭൻ 2006, ജെയിംസ് മാത്യു 2011, 2016, MV ഗോവിന്ദൻ വീണ്ടും 2001 എന്നിങ്ങനെയാണ് ഇവിടെ നിന്ന് ജയിച്ചു കയറിയത്. പക്ഷേ ഭൂരിപക്ഷം ഇവിടെ ഗണ്യമായി കുറയുകയാണ്. 2016 ജെയിംസ് മാത്യു 40,617 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലത്തിൽ 2021 MV ഗോവിന്ദന് 22,689 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായത്. ഇതാണ് നേതാക്കളുടെ ചങ്കിടിപ്പിക്കുന്നത്. ഇവിടെയാണ് PK ശ്യാമളയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ശ്യാമളയെ ഇവിടെ നിർത്തിയത് ആത്മഹത്യാപരമാണെന്ന് തളിപ്പറമ്പിലെ CPMകാർ പോലും പച്ചയ്ക്ക് പറയുന്നുണ്ട്. തളിപ്പറമ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, വിമതനായ ഒരു നേതാവ് 10,000 വോട്ട് പിടിച്ചാൽ പോലും കളിയാകെ മാറുന്ന അവസ്ഥയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് UDFന് 4,000-ന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. CPM കോട്ടയായിരുന്നിട്ടും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി K സുധാകരന് അനുകൂലമായാണ് തളിപ്പറമ്പിലെ വോട്ടർമാർ വിധിയെഴുതിയത്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: വോട്ടർമാർ ആരുടെയും അടിമകളല്ല. ആഞ്ഞു പിടിച്ചാൽ തളിപ്പറമ്പ് എന്ന ചുവന്ന കോട്ട തകർക്കാൻ കഴിയുമെന്നാണ് UDF കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ CPMനെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയാണ്. ബംഗാളിന് സമാനമായ ഒരു തിരിച്ചടിയാകും. ഇവരുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന ഒരു കാഴ്ച നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു തിരിച്ചടി ഉണ്ടാകുമോ ആ ഒരു ഭയത്തിലാണ് ഇവിടെ ശ്യാമളയെ അല്ല മറ്റൊരു കരുത്തനായ നേതാവിനെ നിർത്തണം ആയിരുന്നുവെന്ന് ഓരോ CPMകാരനും തളിപ്പറമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മണ്ഡലം കൈവിട്ടു പോയാൽ അതിൻ്റെ ഒരേ ഒരു ഉത്തരവാദി MV ഗോവിന്ദൻ മാത്രമായിരിക്കും. അയാളുടെ അധികാരമോഹം മാത്രമായിരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.